ഹലോ ഒപ്പം നമസ്കാരം എല്ലാവർക്കും. ഞാൻ ഡോക്ടർ മേഘ ചതപതിയെ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശരീരത്തിൽ വെളുത്ത പാടുകൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിന്റെ വർധനവ് നിങ്ങൾ എങ്ങനെ തടയും? ആദ്യത്തെ കാര്യം, പിന്നെ രണ്ടാമത്തെ കാര്യം, വെളുത്ത പാടുകൾ എങ്ങനെ നിറം വരും? ഇത് സാധാരണ ചർമ്മ നിറത്തോട് ചേരും. ഇത് ചെയ്യാനോ ഈ ഫലം കാണാനോ എന്ത് പിന്തുടരേണ്ടതാണ്? നിങ്ങളുടെ പ്രശ്നം വീട്ടിൽ ഇരുന്ന് പരിഹരിക്കപ്പെടാൻ തുടങ്ങും. അതിനാൽ ഇന്ന് ഞങ്ങൾ ഈ നമ്പർ 1നെക്കുറിച്ച് സംസാരിക്കും. നിങ്ങൾ ഇഞ്ചി വെള്ളം കുടിക്കണം. അതായത് നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ നിങ്ങൾക്ക് ഇഞ്ചി അരച്ചോ ചീകിയോ ഇഞ്ചി വെള്ളം കുടിക്കാം. ഇത് കുടിക്കുന്നതിലൂടെ നിങ്ങളുടെ രോഗപ്രതിരോധ പ്രതികരണങ്ങൾ സന്തുലിതമായി പ്രവർത്തിക്കും. രോഗപ്രതിരോധം ശരീരത്തിന് അനുകൂലമായി സന്തുലിതമായി പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ മെലാനിൻ ഉത്പാദനം വർദ്ധിക്കാൻ തുടങ്ങും. മെലാനോസൈറ്റുകളുടെ ഉത്പാദനം അത് മെലാനിൻ നിർമ്മിക്കുന്നു. ഇത് ശരിയായി പ്രവർത്തിക്കും. ഇത് നിങ്ങളുടെ വെളുത്ത പാടുകൾ കൂടാതെ തടയും. നിങ്ങൾ പിന്തുടരേണ്ട രണ്ടാമത്തെ കാര്യം കോപ്പർ വെസൽസ് ആണ്. നിങ്ങൾ അതിൽ എന്തെങ്കിലും കഴിച്ചാൽ, ഉദാഹരണത്തിന് നിങ്ങൾ അതിൽ വെള്ളം കുടിക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിങ്ങളുടെ ബ്രേക്ക് കൊടുക്കുകയാണെങ്കിൽ, നിങ്ങൾ ചെമ്പ് പാത്രങ്ങളിൽ ഭക്ഷണം കഴിക്കുകയാണ്, പിന്നെ അതിൽ ചെമ്പിന്റെ കുറവ്, ഇത് നിങ്ങളുടെ മെലാനിൻ ഉൽപാദനത്തെ വർദ്ധിപ്പിക്കുന്നു. അല്ലെങ്കിൽ കോപ്പർ കുറവ് കാരണം മെലാനിൻ ഉൽപാദനം കുറയുന്നു. അത് ശരിയായി വിടും. മെലാനിൻ ശരിയായി ഉത്പാദിപ്പിക്കപ്പെടുമ്പോൾ ചെമ്പിന്റെ കുറവ് പൂർണ്ണമായും നികത്തുന്നതിലൂടെ അപ്പോൾ നിങ്ങളുടെ വെളുത്ത പാടുകളും കൂടാതെ നിൽക്കും. ഇതിനകം വളരെ വെളുത്ത പാടുകളുള്ള വെളുത്ത പാടുകളും അവ നിറം കൊണ്ടുവരാൻ തുടങ്ങും. മൂന്നാമത്തേത് നിങ്ങൾ പിന്തുടരേണ്ടത് നനച്ച ഈന്തപ്പഴമാണ്. ഞങ്ങൾ പേര് പറയുന്ന തീയതികൾ നിങ്ങൾക്ക് രാത്രി മുഴുവൻ കുതിർത്ത് അടുത്ത ദിവസം കഴിക്കാം. അതിലെ എല്ലാ പ്രധാന വസ്തുക്കളും സെലീനിയം, സിങ്ക്, കോപ്പർ, ഇത് നിങ്ങളുടെ മെലാനിൻ ഉത്പാദനത്തിന് സഹായിക്കുന്നു, അല്ലെങ്കിൽ മെലനിൻ ഉത്പാദനത്തിൽ സഹായിക്കുന്നു. അതിലെല്ലാം ഉണ്ട്. നിങ്ങൾ ഇത് കഴിക്കുമ്പോൾ അത് നനച്ചു വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. അതിനാൽ നിങ്ങൾ ഇത് കഴിക്കാൻ തുടങ്ങുമ്പോൾ കുതിർത്ത് ഈന്തപ്പഴം കഴിച്ചാൽ നിങ്ങളുടെ ഇമ്മ്യൂൺ റെസ്പോൺസും കൂടുതൽ മെച്ചപ്പെടും. നിങ്ങൾക്ക് രോഗത്തിൽ നിന്ന് വേഗത്തിൽ രോഗമുക്തി നേടാൻ കഴിയും. അടുത്തതായി നിങ്ങൾക്ക് ശ്രദ്ധിക്കണം. നിങ്ങൾ രാവിലെയോ ഉച്ചഭക്ഷണത്തിലോ രാത്രിയിലോ എന്തെങ്കിലും സാലഡ് കഴിക്കുന്നുണ്ടെങ്കിൽ തുടർന്ന് അതിൽ കാരറ്റുകളും കടലകളും ഉൾപ്പെടുത്തുക. കാരണം കാരറ്റും ചിക്കപ്പീസും വിറ്റാമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അവ ആന്റിഓക്സിഡന്റുകളാണ്. ശരീരത്തിൽ നടക്കുന്ന എല്ലാ പ്രതിക്രിയകളിലും ഇൻഫ്ലമേറ്ററി ഇത് നിയന്ത്രിക്കും. ഇത് നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റമിൽ കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കും. അങ്ങനെ അത് സ്വന്തം ശരീരം തിരിച്ചറിയുന്നു, അതിനെ പ്രതിരോധിക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് ഇത് സാലഡ് രൂപത്തിൽ കഴിക്കാം. അടുത്തതായി നിങ്ങൾക്ക് ശ്രദ്ധിക്കണം. നിങ്ങൾ ഹൈഡ്രേഷൻ ഉള്ള കാര്യങ്ങൾ എടുക്കുന്നു. ഉദാഹരണത്തിന് ക്യൂക്കമ്പ, മിന്റ്, അല്ലെങ്കിൽ തേങ്ങാവെള്ളം. നിങ്ങൾ അത്തരം സാധനങ്ങൾ ദിവസവും കഴിക്കണം. അങ്ങനെ നിങ്ങളുടെ ശരീരം ഹൈഡ്രേറ്റഡ് ആയിരിക്കും. ഹൈഡ്രേഷനോടൊപ്പം നിങ്ങളുടെ ഗട്ട് നന്നായി പ്രവർത്തിക്കണം. മെറ്റബോളിസം കൂട്ടണം. നിങ്ങളുടെ കുടൽ നന്നായിരിക്കണം. അതിനാൽ എല്ലാ രോഗങ്ങളും വേഗത്തിൽ ഭേദമാകാൻ ഈ ചികിത്സ സഹായകരമാണ്. അതിനാൽ കുടലിനെ ആരോഗ്യകരമായി സൂക്ഷിക്കുക. അതിനാൽ നമ്മുടെ കുടലിലെ ആരോഗ്യകരമായ മൈക്രോബുകൾ ഉത്ഭവിക്കുകയും നമ്മുടെ ശരീരത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. അതിനെ ആക്രമിക്കരുത്, പ്രതിരോധിക്കുക. അതിനാൽ നിങ്ങൾ തേങ്ങാവെള്ളം കുടിക്കുക. കുക്കുംബർ, മിന്റ് നിങ്ങൾ കഴിക്കുമ്പോൾ. പിന്നെ തണ്ണിമത്തൻ. നിങ്ങളുടെ ഗട്ട് സിസ്റ്റം നന്നായി പ്രവർത്തിക്കുന്നു. മെറ്റബോളിസം നല്ലതാണ്. പിന്നീട് ഇമ്മ്യൂൺ റെസ്പോൺസുകൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നു. അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഒന്നും കഴിക്കരുത്. നിങ്ങളുടെ ഗട്ടിലെ മോശം ബാക്ടീരിയകളെ പങ്കാളിയാക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. അതിനാൽ ജങ്ക് ഫുഡ് ഒഴിവാക്കുക. ഇത് നന്നായി പ്രവർത്തിക്കും. ഇമ്മ്യൂൺ പ്രതികരണങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കും. ജങ്ക് ഫുഡിൽ പ്രോസസ്സ് ചെയ്ത ഭക്ഷണം, തിന്നിലടച്ച ഭക്ഷണം, ശീതീകരിച്ച ഭക്ഷണം, വറുത്ത ഭക്ഷണം, നിങ്ങൾ കഴിക്കുന്നതെല്ലാം ഒഴിവാക്കണം. ആൽക്കഹോൾ, നോൺവെജ്, കാരണം ഇത് നമ്മുടെ ഗട്ടിലെ അനാരോഗ്യകരമായ ബാക്ടീരിയകളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ തടസ്സപ്പെടുത്തുന്നു. അതിനാൽ ജങ്ക് ഫുഡ് ഒഴിവാക്കുക. നിങ്ങളുടെ ഗട്ട് ആരോഗ്യകരമായി സൂക്ഷിക്കുക. കുടൽ ആരോഗ്യമുള്ളപ്പോൾ ഈ കാര്യങ്ങൾ പിന്തുടരുന്നതിലൂടെ ഇമ്മ്യൂൺ പ്രതികരണങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ വിറ്റിലിഗോ നിർത്താൻ കഴിയും. വെളുത്ത പിഗ്മെന്റുകൾ നിങ്ങൾക്ക് മങ്ങാനും കഴിയും. ബാക്ടീരിയ ചികിത്സയുടെ ആശ്രയിച്ചിരിക്കുന്നു. ഇത് നിങ്ങളുടെ അനുകൂലത്തിലാണോ അല്ലയോ? നിങ്ങൾക്ക് വീണ്ടെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്റെ ടീമുമായി സംവദിക്കുക. എന്നിട്ട് എന്റെ അടുത്ത് വരൂ. നന്ദി. സുഖമായി കഴിയുക.